ഫിലിപ്പീൻസിൽ ഇന്നലെ ഉണ്ടായ ഭൂകമ്പത്തിൽ മരണം 32ആയി. 200-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 മീറ്ററോളം ഉയരത്തിൽ സുനാമി തിരമാലകൾ ഫിലിപ്പീൻസിൽ ആഞ്ഞടിച്ചു. റിക്ടർ സ്കെയിലിൽ 8.2 രേഖപ്പെടുത്തിയ ഭൂകമ്പം വൻ നാശമാണ് ഉണ്ടാക്കിയത്. ക്യൂബയിലും ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, മരണം 32ആയിട്ടുണ്ട്. ഒപ്പം തന്നെ 200 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഐസൺ? അഞ്ജന, നിലവിലെ സാഹചര്യത്തിൽ മരണം 32 കവിഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളിൽ 32 എന്നാണ് കണക്കുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 200-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ നിഗമനം. ഗൗരവമേറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെയാണ് അതിശക്തമായ ഈ ഭൂകമ്പവും, അതായത് റിക്ടറിൽ 8.2 രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമാണ് ഉണ്ടായത്. സ്വാഭാവികമായും തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ തിരമാലകൾ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഫിലിപ്പൈൻസിൽ വൻതോതിൽ ഈ നാശം ഉണ്ടാവുകയും കെട്ടിടങ്ങൾ തകരുകയും അത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ആ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മരണസംഖ്യയും അതുപോലെ തന്നെ കാഷ്വാലിറ്റി സംബന്ധിച്ച അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തുടർന്ന്, അതായത് ഈ സംഭവം ഭൂകമ്പം ഉണ്ടായതിനു ശേഷം 140ഓളം തുടർചലനങ്ങൾ, അതായത് ആഫ്റ്റർ ഷോക്സ് ഉണ്ടായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ അതിഭീകരമായ ഒരു അല്ലെങ്കിൽ അതികഠിനമായ ഒരു ഭൂകമ്പമാണ് ഫിലിപ്പൈൻസിനെ ആഞ്ഞടിച്ചത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, പാപ്പുവ ന്യൂഗിനി, ഇന്തോനേഷ്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകുകയും പലയിടങ്ങളിലും സുനാമി തിരമാല ഏതാണ്ട് 3 മീറ്ററോളം ഉയരത്തിൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ ഒരു അന്തിമമായ കണക്കുകൾ ഇനിയും വരാൻ സമയമെടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു നിശ്ചലമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ വീണ്ടും പ്രവർത്തനക്ഷമമായി കൃത്യമായ കണക്കെടുപ്പുകൾ നടത്തി, അതായത് മേഖലകളിലെ പഠനങ്ങൾ നടത്തുമ്പോഴായിരിക്കും അന്തിമമായ റിപ്പോർട്ടുകൾ പുറത്തു വരിക. നിലവിലെ സാഹചര്യത്തിൽ 32ഓളം പേർ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 200-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ശരി ഐസൺ.